നടുവേദനയുള്ള ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണിത്. പ്രത്യേകിച്ച് 5 വർഷം 10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തിൽ കൂടുതൽ നടുവേദനയുമായി ബുദ്ധിമുട്ടുന്നവർക്ക്. ഇത്രയും വർഷം പഴക്കമുള്ള നടുവേദനയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ SI ജോയിന്റ് ഡിസ്ഫങ്ഷൻ ആണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തതിന് ശേഷം അത് കണ്ടിട്ട് പലരും എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും അധികം ആൾക്കാർ നടുവേദനയ്ക്ക് ഒരു കൃത്യമായി ട്രീറ്റ്മെന്റ് ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. പലരും അത് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ആ വേദന സഹിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണെന്ന് മനസ്സിലായി. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ക്ലിനിക്കൽ എക്സാമിനേഷൻ. നടുവേദനയുമായി ചെല്ലുന്ന ഒരാള് നമ്മൾ പലപ്പോഴും MRI എടുത്ത് നോക്കുമ്പോൾ MRIയിൽ അതിൽ ഡിസ്ക് ബൾജ് ഉണ്ടാവും. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ 95% ആൾക്കാർക്കും ഡിസ്ക് ബൾജ് ഉണ്ടാവും. എന്നാൽ അവരുടെ വേദനയുടെ കാരണം ഡിസ്ക് ബൾജ് ആണോ അല്ലോ എന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം അവരെ പരിശോധിക്കുന്ന ഡോക്ടർക്കാണ്. എന്നാൽ പല സ്ഥലത്തും ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ MRI മാത്രം നോക്കുന്നു, ഡിസ്ക് ബൾജ് കാണുന്നു, എന്നിട്ട് ഡിസ്ക് ബൾജിന്റെ ഉള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ഒരു ആവശ്യവുമില്ലാതെ പല സർജറികളും ചെയ്ത് പേഷ്യൻസ് ഇപ്പോഴും നടുവേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ലാതെ എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി ശരിക്കും മനസ്സിലായത്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, നിങ്ങളുടെ നടുവിന്റെ ഒരു സൈഡിൽ വരുന്ന വേദന, അത് താഴേക്ക് ഇറങ്ങുന്ന വേദന, ചെറുതായിട്ട് നമുക്കിങ്ങനെ ഇടുപ്പിൽ നിന്ന് അത് വിട്ടുപോകുന്ന വേദന, ഇരുന്ന് എണീക്കുമ്പോഴുള്ള വേദന, ഒരുപാട് കാലമായിട്ടുള്ള ഒരു വേദന, ഇതെല്ലാം അധികം ഈ SI ജോയിന്റിന്റെ വേദനയാവാനാണ് ചാൻസ്. ഡിസ്ക് ബൾജ് മൂലം ഉണ്ടാവുന്ന വേദന എന്ന് പറയുന്നത് താഴത്തേക്ക് ഒരു കറണ്ട് അടിക്കുന്ന പോലെ വേദനയാണ്, മിന്നൽ പോലത്തെ വേദനയായിരിക്കാം. അതിന് രണ്ട് സിംറ്റം ആണുള്ളത്. അത് കൃത്യമായിട്ട് ക്ലിനിക്കൽ അസസ്മെന്റ് ചെയ്തിട്ട് അതിനെ ക്ലിയർ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നിങ്ങളെ പരിശോധിക്കുന്ന ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ്. 1-2 MRI സ്കാനിങ് ഒക്കെ എടുത്തിട്ടും പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഇതുവരെ നടുവേദനയ്ക്ക് ഒരു പരിഹാരം ലഭിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ കൃത്യ കാരണം എന്താണെങ്കിലും നിങ്ങൾ അറിയുക. ഈ വീഡിയോ ഒരുപാട് നാളായി നടുവേദനയുമായി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യൂ. അതുപോലെ സ്പൈൻ ആൻഡ് ജോയിന്റ് സംബന്ധമായിട്ടുള്ള കൃത്യമായ അറിവുകൾക്ക് ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ.